നമസ്കാരം പ്രിയപ്പെട്ടവരെ, യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പബ്ലിക് ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മുന്നറിയിപ്പുണ്ട്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം പേര് അത് കണ്ടിട്ടില്ല. മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് തരുന്നത് കൊണ്ടാണ് വീണ്ടും അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താ ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം? അതായത് പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനിൽ നമ്മൾ പ്ലഗ് കുത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാനില്ല. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ വരുന്ന USB ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് ഡാറ്റാസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. വിമാനത്താവളങ്ങള്, കഫേ, ഹോട്ടല്, ബസ് സ്റ്റേഷനുകള്, ഇങ്ങനെ കാണുന്ന പൊതുസ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ USB കുത്തിയിട്ടുള്ള ചാർജിങ് ഉപയോഗിക്കാതിരിക്കുക. ഈ പൊതുസ്ഥലത്ത് വരുന്ന ഈ ചാർജിങ് സ്റ്റേഷനുകളില്ലേ, അത് IT ക്രിമിനലുകളെ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജ്യൂസ് ജാക്കിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ വ്യക്തികളുടെ വിവരങ്ങൾ, നമ്മുടെ ഫോണിലൂടെ വിവരങ്ങൾ കിട്ടാനും അതില് ഫോണില് അപകടകരമായിട്ടുള്ള, അതായത് നമ്മുടെ വിവരങ്ങളെല്ലാം കിട്ടുന്ന അല്ലെങ്കിൽ ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ അവരിത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ഫ്രോഡുകൾ, അതായത് IT ഫ്രോഡുകൾ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഗതികേടും കൊണ്ടാണ് ഈ പുറത്ത് ചാർജ് ചെയ്യുന്നത് അല്ലേ. പവർ ബാങ്കുകൾ കൊണ്ടു നടക്കാനാണ് പറഞ്ഞത്. ഈസിയസ്റ്റ് വേ അതാണ്. അത്ര വലിയ വിലയൊന്നുമില്ല, 1000-2000 കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല പവർ ബാങ്കുകൾ കിട്ടും. പവർ ബാങ്കുകൾ കൊണ്ടു നടക്കുന്നതാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം. കാരണം നമ്മളുടെ ഫോണിൽ ചാർജ് ഡൗൺ ആവുന്നു, നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ നമ്മൾ അടുത്ത് കണ്ട ഒരു ചാർജിങ് സ്റ്റേഷനെ ആശ്രയിക്കുകയാണ് ചെയ്യുക. ഇതിലൂടെ നമ്മൾ ബുദ്ധിമുട്ടരുത്, നമ്മളുടെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടി നമ്മൾ ആപത്തിൽ പെടരുത് എന്നുള്ളതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സൈറ്റിൽ പോവുക, അതോടൊപ്പം തന്നെ ഈ നമ്പർ ഉണ്ടല്ലോ 1930, ഈ നമ്പറിലും വിളിച്ച് പരാതിപ്പെടുക കേട്ടോ. അങ്ങനെ നമുക്ക് എന്ത് സംഭവിച്ചാലും ഇമ്മീഡിയറ്റ് ആക്ഷൻ ചെയ്യാനുള്ള കാര്യം ഈ പരാതിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതിന് വൈകരുത്. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അങ്ങനെ ചെയ്യാൻ വൈകരുത് കേട്ടോ. നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവരോടും ഇവരൊക്കെ ഒന്ന് അറിയിക്കണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.